Good morning. Welcome to Axonus Learning Online Classes. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2025 ഏപ്രിൽ ബാച്ചിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനകത്ത് പാർട്ട് എയിലെ സെക്ഷൻ സി ഗ്രാമറാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. സെക്ഷൻ എ ആൻഡ് ബി നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെക്ഷൻ സി ആണ്, ഗ്രാമറാണ് വരുന്നത്. അധികം എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ആദ്യത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് 9th ക്വസ്റ്റ്യൻ ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് വേർബ്സ്. നമുക്ക് അവിടെ വേർബ് ഏതാണെന്ന് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ആ വേർബിൻ്റെ അപ്രോപ്രിയേറ്റ് ഫോം വെച്ചിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയ ഒരു ഫോം വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഹി ഈസ് കാപ്പബിൾ ഓഫ് ഡാഷ് കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്. എന്താണ് അവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ട വേർബ് സോൾവ് എന്നുള്ളതാണ്. ഹി ഈസ് കാപ്പബിൾ ഓഫ് സോൾവിങ്. അവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ സോൾവ് എന്നുള്ള വേർബ് എടുത്തിട്ട് അതിൻ്റെ ING ഫോമാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ സോൾവിങ് എന്ന് എഴുതി കൊടുത്താൽ നമുക്ക് 1 മാർക്കായിരിക്കും കിട്ടുന്നത്. പിന്നെ അടുത്തത് വൈൽ ഐ ഡാഷ് വാക്ക് എന്നുള്ള വേർഡാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ത്രൂ ദ മോൾ ഐ സോ ആൻ ഓൾഡ് ഫ്രണ്ട്. ഐ സോ അപ്പം എന്താണ് പാസ്റ്റ് ടെൻസ് ആണ് കിടക്കുന്നത് അല്ലേ. ഞാനൊരു കൂട്ടുകാരനെ കണ്ടു എന്നാണ്. ഞാനൊരു മകളോട് ഇങ്ങനെ നടക്കുമ്പോൾ ഞാനൊരു കൂട്ടുകാരനെ കണ്ടു. വൈ ഐ വാസ് വാക്കിംഗ്. അപ്പോൾ ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഐ വാസ് വാക്കിംഗ്. ഞാൻ പാർക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഞാനൊരു കൂട്ടുകാരനെ കണ്ടു. അടുത്ത സെൻറ്റൻസും ഇതുപോലെ തന്നെയാണ്. ഷീ ആൾവേസ്. അപ്പം എന്താണ് ആൾവേസ് എന്ന് പറയുന്നത് എപ്പോഴും വരുന്നതല്ലേ, എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ. ആൾവേസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ടെൻസാണ് യൂസ് ചെയ്യേണ്ടത്? സിമ്പിൾ പ്രസൻ്റ് ആണല്ലേ യൂസ് ചെയ്യേണ്ടത്. ഷീ ആൾവേസ്. ഷീ എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? വേർബിൻ്റെ ഫസ്റ്റ് ഫോമിൻ്റെ കൂടെ എസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷീ ആൾവേസ് ഫോർഗെറ്റ്സ് ടു ബ്രിങ് ഹെർ ബുക്സ് ടു ക്ലാസ്. എപ്പോഴും മറന്നു പോകുന്നു. എപ്പോഴും എന്ത് ചെയ്യണം? മറന്നു പോകുന്നു. ഇനിയിപ്പോൾ അവിടെ ഷീക്ക് മാറിയിട്ട് അവിടെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്റ്റ് ലൈക്ക് വി അല്ലെങ്കിൽ ദേ അതുപോലെയുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ദേ ആൾവേസ് ഫോർഗെറ്റ് എന്ന് തന്നെ കൊടുത്താൽ മതി. ഇവിടെ ഷീ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു എസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ്സ്. ഇതെന്താണ്? ഇൻ ദ സെൻറ്റൻസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റെസ്പെക്ട് ദ റൂൾസ്. ടു റെസ്പെക്ട് ഈസ് എ ഓർ ആൻ. അവിടെ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റെസ്പെക്ട് ദ റൂൾസ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റെസ്പെക്ട് ദ റൂൾസ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ടു റെസ്പെക്ട് ഈ ഒരു ഭാഗം ടു റെസ്പെക്ട് എന്നുള്ളത് എന്താണ്? ആ ഒരു വേർഡിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടതായിട്ട് വരുന്നത്. ഒരു ജെറൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേർബൽ നൗൺ ആണോ, ഒരു ഇൻഫിനിറ്റീവ് ആണോ, ഒരു ഫൈനൈറ്റ് വേർബ് ആണോ, ഒരു പാർട്ടിസിപ്പിൾ പ്രസന്റ് ആവാ പാസ്റ്റ് ആവാ, ഒരു പാർട്ടിസിപ്പിൾ ആണോ, ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. ഇതെന്താണ്? ഇതൊരു ഇൻഫിനിറ്റീവ് ആണ്. ടു ഇൻഫിനിറ്റീവ് ആണ് വരുന്നത്. 2+ വേർബിൻ്റെ ബേസ് ഫോം അല്ലെ, വേർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് വരുന്നത്. 2+ എന്താണ് V1 ആണ് കൊടുത്തേക്കുന്നത്. ടു റെസ്പെക്ട് മീൻസ് ഇവിടെ എന്താണ്? ഇൻഫിനിറ്റീവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ടു ഇൻഫിനിറ്റീവ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് കണ്ടെയ്ൻസ് എ നോൺ ഫിനിറ്റ് വേർബ്. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് കണ്ടെയ്ൻ എ നോൺ ഫിനിറ്റ് വേർബ്. നോൺ ഫിനിറ്റ് വേർബ് എന്ന് പറയുമ്പോൾ എന്താണ്? അതെന്ത് ചെയ്യില്ല, ആ ഒരു സബ്ജക്റ്റിനനുസരിച്ച് വേർബിൻ്റെ ഫോമിൽ അങ്ങനെ മാറ്റം നമ്പറോ പേഴ്സണോ നമ്പറോ ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് അതേ രീതിയിൽ തന്നെ കിടക്കും. അതൊന്നുകിൽ എന്താവാം? ഇവിടെ പറഞ്ഞ എല്ലാം ആവാം അല്ലേ. ജെറൻഡോ ഇൻഫിനിറ്റീവോ പാർട്ടിസിപ്പിളോ എന്തും ആവാം അല്ലേ. അപ്പം നോക്കി, ഷീ ലവ്സ് സ്വിമ്മിങ് ഇൻ ദ ഓഷൻ. ഒരു സെൻറ്റൻസ് അതാണ്. ഷീ ലവ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് വെർബായിട്ട് 2 വേർഡിനെ കാണുന്നുണ്ട്. ആദ്യത്തെ സെൻറ്റൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഷീ ലവ്സ് സ്വിമ്മിങ് ഇൻ ദ ഓഷൻ. അപ്പോൾ എന്താണ് ലവ്സ് എന്ന് പറയുന്നത്? നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കി അറിയാം ആ വേർഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഷീ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എസ് ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ലവ് എന്നുള്ള ആ ഒരു വേർബിൻ്റെ ഫസ്റ്റ് ഫോമിൻ്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താവുന്നുണ്ട്? വെർബ് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും വരില്ല എന്നറിയാം. പിന്നെ ഒരു വേർഡ് ഉള്ളത് സ്വിമ്മിങ് എന്നാണ്. അവൾ എന്ത് ചെയ്യുന്നു? നീന്തുന്നത് ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഒരു വേർഡ് സ്വിമ്മിങ് ആണ്. അടുത്തത് ഹീ പ്ലേസ് ഫുട്ബോൾ എവറി വീക്കെൻഡ്. അവിടെ നമ്മൾ കണ്ടു പ്ലേ ആണ് വേർബ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? സബ്ജക്റ്റ് ഹീ സിംഗുലർ ആയതുകൊണ്ട് അവിടെയും എസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്? ദേ ആർ ഗോയിങ് ടു ദ മാർക്കറ്റ്.
ദേ പ്ലൂറൽ ആയതുകൊണ്ട് ആർ ഗോയിങ് എന്ന് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. Then we watched the sunset yesterday. We watched subject plus എന്താണ് അവിടെ V2 നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ watched എന്നുള്ളത് മെയിൻ വേർബ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ് പിന്നെ ഒരു നോൺ ഫിനിറ്റ് വേർബ് ആയിട്ട് പറയാൻ പറ്റുന്നത്? ഷീ ലവ് സ്വിമ്മിങ്. സ്വിമ്മിങ് എന്ന് പറയുന്ന ഈ വേർഡാണ് ഇവിടെ നമുക്ക് എന്താവാൻ ഒരു ജെറൻഡ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ജെറൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഒരു വേർബൽ നൗൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു വേർഡാണ്. ഒരു ജെറൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ഷീ ലവ് സ്വിമ്മിങ് ഇൻ ദ ഓഷ്യൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി ഇൻ ദ സെന്റൻസ് ജോഗിങ് എവറി മോർണിംഗ് കീപ്സ് മീ ഹെൽത്തി. ജോഗിങ് ഈസ് എ ഓർ ആൻ. ഈ ഒരു സെന്റൻസിൽ ജോഗിങ് എവറി മോർണിംഗ് കീപ്സ് മീ ഹെൽത്തി എന്ന് പറയുന്ന സെന്റൻസിൽ ഈ ജോഗിങ് എന്ന് പറയുന്ന വേർഡ് എന്താണ്? ശരിക്കും ING ഫോം വരുന്നുണ്ട് അല്ലേ? എന്താണ് അപ്പോൾ ഓപ്ഷൻസ് വരുന്നത്? ജെറൻഡ് വരുന്നുണ്ട്, പാർട്ടിസിപ്പിൾ വരുന്നുണ്ട്, ഫിനിറ്റ് വേർബ് ഉണ്ട്, ഇൻഫിനിറ്റീവ് ഉണ്ട്. അപ്പോൾ എന്താണ് ജോഗിങ് എന്ന് നമുക്ക് നോക്കാം. ING ഫോം ആണ്. അപ്പോൾ എന്താണ്? അത് മാത്രമല്ല ഇവിടെ മെയിൻ വേർബ് കീപ്പ് വേറെ വരുന്നുണ്ട്, കീപ്സ് എന്നുള്ള വേർഡ് വേറെ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ജോഗിങ് എന്ന് പറയുന്നത്? ഒരു ജെറൻഡ് ആണ് ബേസിക്കലി. ജെറൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? വേർബിൻ്റെ ING ഫോം തന്നെ ആയിരിക്കും, പക്ഷെ എന്തായിരിക്കും? അതെന്തായിരിക്കും? ഒരു നൗണ് പോലെ ആയിരിക്കും നിൽക്കുന്നത്. അത് വേർബിൻ്റെ പോലെ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കില്ല. എപ്പോഴും ING ഫോം ആയിരിക്കും, പിന്നെ ഒരു നൗണ് പോലെ. എന്താണ്? കുക്കിംഗ് ഈസ് മൈ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ്, പാചകം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. അവിടെ കുക്കിംഗ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ അല്ല വരുന്നത്. അതെന്താണ്? അതെനിക്ക് ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു നൗണിനെ പോലെ വരുന്നതാണ് ജെറൻഡ് എന്ന് പറയുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ ജെറൻഡ് ആണ്. പിന്നെ അടുത്തൊരു സെൻറ്റൻസ്, ഐ എൻജോയ് റീഡിങ് ബുക്സ് ഓൺ ഹിസ്റ്ററി. റീഡിങ് ഈസ് എ ഓർ ആൻ. ഇതും സെയിം അതുപോലെ തന്നെ നമ്മൾ ജെറൻഡിനെ കുറിച്ച് കൂടുതൽ പിന്നെയും പഠിക്കുകയാണ്. ഈ സെൻറ്റൻസിനകത്ത് എന്താണ്? റീഡിങ് എന്ന് പറയുന്ന വേർഡ് എന്താണ്? അപ്പോൾ ഇതും നമ്മൾ നോക്കുക. എന്താണ്? രണ്ട് വെർബിൻ്റെ രണ്ടെണ്ണം വരുന്നുണ്ട്. എൻജോയ് എന്ന് പറയുന്നതും വേർബാണ്, റീഡിങ് എന്ന് പറയുന്നതും വേർബാണ് അല്ലേ? അപ്പോൾ ഐ എന്നുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് എന്താണ്? എൻജോയ് വേർബിൻ്റെ ഫസ്റ്റ് ഫോം വന്നു. അതിൻ്റെ കൂടെ നമ്മൾ SOS കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ? ഐ പ്ലസ് എന്താണ്? V1 എന്നുള്ളത് സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഒരു ഫോർമാറ്റാണ്. എൻജോയ് ഇവിടെ മെയിൻ വേർബാണ്. ഐ എൻജോയ്. റീഡിങ് എന്നുള്ളത് ഇവിടെ ഏത് സബ്ജക്റ്റ് ആയാലും റീഡിങ് കോമൺ ആയിരിക്കും. ഐക്ക് പകരം എന്താണ്? ഷീ എൻജോയ്സ് എന്നായിരിക്കും നമുക്ക് ഈ എൻജോയിൽ മാറ്റം വരിക. പക്ഷേ റീഡിങ് ആയതുകൊണ്ട് എന്താണ്? ഷീ എൻജോയ്സ് റീഡിങ്. ഐ എൻജോയ് റീഡിങ്. എൻജോയ്ക്ക് മാത്രമേ മാറ്റം വരുള്ളൂ, റീഡിങ്ങിന് എന്തില്ല? ഒരു മാറ്റവും വരില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയും റീഡിങ് എന്നുള്ളത് എന്താണ്? ഒരു ജെറൻഡായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇത് സെയിം ക്വസ്റ്റ്യൻ അറിയാണ്ട് റിപ്പീറ്റ് ആയിട്ട് വന്നതാണ്. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാനുള്ളത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ടു മേക്ക് WH ക്വസ്റ്റ്യൻസ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ചോദ്യങ്ങൾ അപൂർണമായിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഉത്തരവും കൂടെ വായിച്ചിട്ട് WH ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. ഡാഷ് ആർ യു പ്ലാനിങ് ടു വിസിറ്റ് ഡ്യൂറിങ് യുവർ വെക്കേഷൻ? ഐ ആം പ്ലാനിങ് ടു ഗോ ടു മുംബൈ. അപ്പോൾ ഉത്തരമാണ് നമ്മൾ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് നോക്കേണ്ടത്. ഞാൻ മുംബൈയിൽ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. മുംബൈ ഒരു ലൊക്കേഷനാണല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? വെക്കേഷന് നിങ്ങൾ എങ്ങോട്ടാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ഏതാ മിസ്സിങ്? ലൊക്കേഷനെ കാണിക്കുന്ന WH ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? വേർ എന്നുള്ള വേർഡാണ് അല്ലേ? വേർ ആർ യു പ്ലാനിങ് ടു വിസിറ്റ് ഡ്യൂറിങ് യുവർ വെക്കേഷൻ? എങ്ങോട്ടാ വെക്കേഷൻ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അപ്പോൾ വേർ എന്നുള്ള വേർഡ് ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി. അങ്ങനെ അടുത്തതും ഇതുപോലെ തന്നെയാണ്. WH ക്വസ്റ്റ്യൻ വേർഡ്സ് എന്താണ്? ആഡ് ചെയ്ത് കൊടുക്കാനാണ്. ഡാഷ് ക്യാൻ ഹെൽപ്പ് യു വിത്ത് യുവർ മാത്ത് പ്രോബ്ലം? ഓൺലി മിസ്റ്റർ ശർമ്മ. അപ്പോൾ ഒരു പേഴ്സണെയാണ് പറയുന്നത്, ഒരു പേഴ്സൺ. അപ്പോൾ എന്തായിരിക്കും ചോദ്യം വരിക? ഈ മാത്സ് പ്രോബ്ലത്തിൽ തന്നെ ആർക്കാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ആർക്ക്? ഒരു പേഴ്സണെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്? പേഴ്സണെ കുറിച്ചായതുകൊണ്ട് ഹൂ ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഹൂ ക്യാൻ ഹെൽപ്പ് യു വിത്ത് യുവർ മാത്ത് പ്രോബ്ലം? അപ്പോൾ നമ്മൾ ഇവിടെ വേറെ ആഡ് ചെയ്ത് കൊടുത്ത പോലെ ഇവിടെ ഹൂ എന്ന് പറയുന്ന ആ വേർഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആ ഒരു ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പാർട്ട് എയിൽ ഗ്രാമർ പോർഷൻ വരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പാർട്ട് എയിൽ തന്നെ സെക്ഷൻ D ആണ്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.